രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജാപ്പാനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 ഓഗസ്റ്റ് 6-9 തീയതികളിലാണ് 2 ആറ്റം ബോംബുകൾ അമേരിക്ക വർഷിച്ചത്. ആ ബോംബ് സ്ഫോടനങ്ങളിൽ 1,50,000-നും 2,46,000-നും ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ആ സ്ഫോടനങ്ങളിലൂടെ അംഗവിഹീനരായവരുടെയും ജീവിതകാലം മുഴുവൻ വിവിധ ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവരുടെയും എണ്ണം ഇന്നും നമുക്ക് കൃത്യമായി കണക്കാക്കാൻ ആവില്ല. ഇതെല്ലാം തന്നെ ആ നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യരായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1945 ആറ്റം ബോംബുകൾ കണ്ടുപിടിച്ചതിന് ശേഷം വെറും 7 വർഷത്തിനിപ്പുറം ഹൈഡ്രജൻ ബോംബുകൾ കണ്ടുപിടിക്കുകയുണ്ടായി. ഹൈഡ്രജൻ ബോംബുകൾ ആറ്റം ബോംബുകളേക്കാൾ വളരെ ഇരട്ടി പ്രേരശേഷിയുള്ളവയും വളരെ കൂടുതൽ നാശനഷ്ടങ്ങൾ പ്രത്യേകിച്ച് ജീവജാലങ്ങൾക്ക് വരുത്തുവാൻ കെൽപ്പുള്ളവയുമാണ്. ആറ്റങ്ങളുടെ വിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ആറ്റോമിക് ബോംബുകൾക്ക് ശക്തി ലഭിക്കുന്നത്. എന്നാൽ ഹൈഡ്രജൻ ബോംബുകളാവട്ടെ ഫിഷൻ കൂടാതെ അതിൻ്റെ വിപരീതമായ ന്യൂക്ലിയർ ഫ്യൂഷൻ കൂടി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും സംയോജനത്തിലൂടെ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ ശേഷി ആറ്റം ബോംബുകളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ബോംബുകൾക്ക് ഉണ്ട്. ആറ്റം ബോംബിന്റെ പ്രഹരശേഷി കിലോ ടണ്ണിലാണ് അളക്കുന്നത്. 1 കിലോ ടൺ എന്നാൽ 1000 ടൺ TMTയുടെ സ്ഫോടനാത്മകക്ക് തുല്യമാണ്. ഹൈഡ്രജൻ ബോംബുകൾ മെഗാ ടണ്ണിലാണ് അളക്കുന്നത്. 1 മെഗാ ടൺ എന്നത് 1,00,000 ടൺ TMTക്ക് തുല്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ 2 ബോംബുകളും തമ്മിലുള്ള പ്രഹരശേഷിയുടെ അന്തരം ഏതാണ്ട് വ്യക്തമാവും. ലോകത്തിൽ ഇന്ന് ആണവശേഷി കൈവരിച്ചിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരം ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ളവയാണ്. അതിൽ പ്രധാന രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരം ആണവ ബോംബുകൾ നിർമ്മിച്ച് സൂക്ഷിക്കുന്നുമുണ്ട്. ലോകത്ത് ഒരു ആണവ യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അത് ആ യുദ്ധം നടത്തുന്ന രാജ്യങ്ങളെ മാത്രമല്ല, ലോകത്തെ മനുഷ്യജീവന്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ സസ്യജാലങ്ങളുടെ നിലനിൽപ്പിനെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ തന്നെ പര്യാപ്തമായി തീരും. കാരണം ഒരു ആണവ യുദ്ധത്തിൽ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലേക്കും കൂടി അതിൻ്റെ ദുരന്തങ്ങൾ വ്യാപിച്ചു കിടക്കും. ഇന്ന് ലോകരാജ്യങ്ങളുടെ കൈവശമുള്ള ആണവായുധങ്ങൾ ലോകത്തെ ഒരു 100 തവണയെങ്കിലും നശിപ്പിക്കാൻ മാത്രം പര്യാപ്തമാണ്. അതിനാൽ തന്നെ നമുക്ക് ഈ ആയുധങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ബഹിരാകാശത്ത് നിന്ന് വന്ന് ഭൂമിയിൽ പതിച്ചേക്കാവുന്ന ഉൽക്കകളെക്കാളും 10,000-കണക്കിന് വർഷങ്ങൾക്കപ്പുറം സംഭവിക്കാവുന്ന സൂര്യൻ്റെ നാശത്തിലേക്കിനേക്കാളും എത്രയും പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം ലോകരാജ്യങ്ങളുടെ കൈവശമുള്ള ന്യൂക്ലിയർ ബോംബുകൾ ലോകത്തെ ഒരു 1000 തവണ നശിപ്പിക്കുവാൻ പര്യാപ്തമായവയാണ്. അതിൽ തന്നെ യുദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ആ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തിൻ്റെ പരിസ്ഥിതിക്ക് തന്നെ വലിയ നാശമാണ് ആണവായുധങ്ങൾ സൃഷ്ടിക്കുക. ആണവായുധങ്ങൾ ദീർഘകാലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വികിരണങ്ങൾ അതിൻ്റെ സമ്പർക്കത്തിൽ വരുന്നവരെ നിത്യരോഗികളാക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നു. ജനിതകനാശം, ക്യാൻസർ തുടങ്ങിയ ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങൾ അവ ഉളവാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിനാശകരമായ മനുഷ്യത്വരഹിതമായ ആയുധങ്ങളാണ് ആണവായുധങ്ങൾ. അവ ഉണ്ടാക്കുന്ന നാശത്തിന്റെ വ്യാപ്തിയും അതിൻ്റെ ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങളും കണക്കിലെടുക്കുമ്പോൾ അവ മറ്റു ആയുധങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഒരൊറ്റ ന്യൂക്ലിയർ ബോംബിന് തന്നെ ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും 10 സെക്കൻഡിനുള്ളിൽ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത്തരം വിനാശകരമായ ആയുധങ്ങൾ 1980-കളിൽ ന്യൂക്ലിയർ ആയുധങ്ങൾക്കെതിരായി വലിയ ഒരു പ്രക്ഷോഭം തന്നെ ലോകത്ത് നടന്നിരുന്നു. ലോകത്തിലെ പല രാഷ്ട്രത്തലവന്മാരും ആണവായുധങ്ങളുടെ വ്യാപനത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ദൗർഭാഗ്യപരമെന്ന് പറയട്ടെ, സാധാരണ മനുഷ്യർക്ക് പോലും ഈ ആണവായുധങ്ങളുടെ പ്രഹരശേഷിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അതിനാൽ തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്നുള്ള ഭീഷണി പല രാജ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ആ ഭീഷണിയിലൂടെ സംഭവിക്കാൻ പോകുന്നത് അവരുടെ നാശം മാത്രമല്ല, ലോകത്തെ മനുഷ്യ വംശത്തിൻ്റെ അവസാനം കൂടിയായിരിക്കും. ഉൽക്കകൾക്കും സൂര്യൻ്റെ നാശത്തിനുമൊന്നും കാത്തു നിൽക്കാതെ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന മാത്രയിൽ തന്നെ ഭൂമി ഒരു മരിച്ച ഗൃഹമായി മാറും. ഇക്കാര്യങ്ങൾ മനുഷ്യൻ അവധാനതയോടെ പഠിച്ച് അതിനനുസരിച്ച് അവരുടെ പ്രവർത്തനം മാറ്റുന്നതിനും ആണവായുധങ്ങൾ എന്നേക്കുമായി നശിപ്പിച്ചു കളയുന്നതിനുമുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു.